ഹലോ, ഇന്നൊരു കറുവേപ്പില പൊടിയാട്ടോ ഉണ്ടാക്കുന്നത്. അതിന് ഞാനിവിടെ 1 കപ്പ് കറുപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്, 1 കപ്പ് കടലപ്പരിപ്പ്. ഇതൊക്കെ നല്ല പോലെ വറുത്തെടുക്കണം. പിന്നെ ഒരു 4 കപ്പോളം കറുവേപ്പില, അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഇല്ലാതെ നല്ലോണം ക്രിസ്പി ആയിട്ട് മൊരുന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണിത്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് ഒരു 10 15 ചുവന്ന മുളക്, അതും നല്ലപോലെ വറുത്തെടുക്കുക. അത് കുറച്ച് 1 സ്പൂൺ നല്ലെണ്ണയിലാണ് ഞാനിവിടെ വറുക്കുന്നത്. പിന്നെ ഒരു 10 15 വെളുത്തുള്ളി നല്ലപോലെ വറുന്ന് അതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറാവുന്നവരെ വറുക്കണം, ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കേടുവന്ന് പോവും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഒരു പുളി, ഇത്രയും ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒരു ചെറിയ നെല്ലിക്കയുടെ സൈസ് എന്ന് പറയാം. അതിനെ നല്ലപോലെ എടുത്തിട്ട് അതും ഈ എണ്ണയിൽ തന്നെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇത് നന്നായി ഒന്ന് വറുത്ത് കളറെല്ലാം ചേഞ്ചായി വരുമ്പോൾ ഇതിനെ എടുത്ത് മാറ്റുക. എന്നിട്ട് അതിൽ ആവശ്യത്തിന് കുറച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ജീരകം ഇട്ട് വറുക്കണം. ജീരകം ഒന്ന് പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലപോലെ വറുക്കണം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള കായപ്പൊടി, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഇത്രയും സമയം വറുത്ത എല്ലാ സാധനങ്ങളും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം ആ ചൂടോട് കൂടി തന്നെ. എന്നിട്ട് അതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സിയിൽ വെച്ച് ആറിയതിന് ശേഷം നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല അടിപൊളി കറുവേപ്പില പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല ബട്ടറോ നെയ്യൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തയക്കാൻ നല്ലൊരു